ആദ്യം ഞാൻ വസന്ത് സിറിയക്ക് UDFന്റെ ചെയർപേഴ്സൺ അടക്കം ഈ മണ്ഡലത്തിൽ നിന്ന് ഈ ജില്ലയിൽ നിന്ന് തന്നെ രാജിവെച്ചു പോയൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. എന്ത് ആത്മവിശ്വാസമാണ് ഇനി ബാക്കിയുള്ളത്? ഞങ്ങളുടെ ആത്മവിശ്വാസം ഈ സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികൾ തന്നെയാണ്. നോക്കൂ, പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെസ് പിരിച്ചു. എന്നിട്ട് ഏറ്റവും അവസാനം 6 മാസം കുടിശ്ശികയായ പെൻഷനാണ് 2 മാസത്തെ കൊടുക്കാൻ പോകുന്നത്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരായ വലിയ ആന്റി ഇൻകൺവൻസി അത് സ്വാഭാവികമായും കോട്ടയത്തുണ്ട്. കോട്ടയത്തെ റബ്ബർ കർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 7 ബഡ്ജറ്റുകളിലും ഇതിന്റെ അപ്പുറത്തെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന തോമസ് ഐസക് അടക്കം അവതരിപ്പിച്ച് ബാക്കി വെച്ച ബഡ്ജറ്റുകളിലെല്ലാം കോട്ടയത്ത് ഒരു റബ്ബർ പാർക്കിനെ പറ്റി പറഞ്ഞു. ആ റബ്ബർ പാർക്ക് എവിടെയാണ്? MP-ക്ക് അറിയാമോ? ജോസ് കെ മാണിക്ക് അറിയാമോ? മുന്നണി നേതാക്കൾക്ക് ആർക്കെങ്കിലും അറിയാമോ? റബ്ബർ കർഷകരുടെ വിഷയത്തിൽ കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. ആ വിഷയത്തിൽ ഇടപെടാൻ പോലും സാധിക്കാത്തൊരു മുന്നണി നേതൃത്വമാണ് LDF ഇവിടെ ഉള്ളത്. ഇതേ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ റബ്ബർ കർഷകന്റെ പ്രശ്നം ശ്രീ ചാഴിക്കാടൻ പറയുമ്പോൾ, ചാഴിക്കാടനോട് എനിക്ക് സഹതാപമാണുള്ളത്. ചാഴിക്കാടൻ പറയുമ്പോൾ അതേ മുന്നണിയുടെ മുഖ്യമന്ത്രി ആദ്യം അസ്വാരസ്യപ്പെടുന്നു, പിന്നീട് അദ്ദേഹം റോഷി അഗസ്റ്റിനോട് അദ്ദേഹത്തിന്റെ ആവശ്യം ഉന്നയിക്കുന്നു, മിണ്ടായിരിക്കാൻ പറയിപ്പിക്കുന്നു. ഒടുക്കം അദ്ദേഹം മൈക്ക് കിട്ടുമ്പോൾ പറയുന്നു എവിടെ എന്ത് സംസാരിക്കണമെന്ന് അറിയാത്ത ആളാണ് ചാഴിക്കാടൻ എന്ന് പറഞ്ഞത് UDF അല്ല, രമേശ് ചെന്നിത്തലയല്ല, KC വേണുഗോപാൽ അല്ല, വസന്ത് തെങ്ങുംപള്ളി അല്ല, പറഞ്ഞത് നമ്മുടെ പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ സ്വന്തം മുന്നണിയിൽ സ്വന്തം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോലും നാട്ടിലെ പ്രശ്നം അവതരിപ്പിക്കാൻ ചാഴികാടന് സാധിച്ചിട്ടില്ല. അത് നിവർന്നു എന്ന് പറയാൻ പറ്റിയിട്ടില്ല. ആ ചാഴികാടനെ പാർലമെന്റിലേക്ക് അയച്ചാൽ മോദിയുടെ മുമ്പിലും ഇതൊന്നും പറയാൻ സാധിക്കില്ല എന്ന ബോധ്യം അടക്കമുള്ള വിഷയങ്ങൾ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് വസന്ത് സൂചിപ്പിച്ചു തുടങ്ങുന്നത്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യം ചേട്ടാ, ആദ്യം അതിഥികളുടെ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാം. നമുക്ക് സജീഷ്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, UDFന്റെ ചെയർപേഴ്സണൊക്കെ പോയി, സജീവ് മഞ്ഞക്കടമ്പിൽ പോയി, അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ ഇപ്പോഴും കരുത്താർജിച്ച് നിൽക്കുന്നത് അവരുടെ നേതാവ് രാഹുൽ ഗാന്ധി കോട്ടയത്ത് വന്ന് പ്രചരണം നടത്താൻ പോവുകയാണ്. നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ കരുത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അവിടെയാണ് ഫ്രാൻസിസ് ജോർജ് ഓട്ടോയിൽ വന്നാലും 2 പോകുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുള്ളത്. ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ ഇപ്പോൾ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിലെ ഏറ്റവും അഭിമാനമേറിയ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട തോമസ് ചാഴികാടനാണ്. താൻ നടക്കുന്ന വഴിയിലെ പുൽക്കൊടി പോലും നോവരുത് എന്ന് ചിന്തിക്കുന്ന ഈ രാജ്യത്തെ മുഴുവൻ ജനപ്രതിനിധികൾക്കും ഒരു മാതൃകയായി ഉയർത്തി കാണിക്കാൻ കഴിയുന്നു. ഈ മണ്ഡലത്തിലെ ഏതൊരാൾക്കും സമീപസ്ഥനായ ചാഴികാടൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധിയായി കോട്ടയത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു. ഒരു പുൽക്കൊടി പോലും നോവാതെ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് അങ്ങനെയല്ല. ഒരു പുല്ല് പോലും ഇവിടെ ഈ മണ്ഡലത്തിന്റെ കാലത്ത് നടന്നിട്ടില്ല എന്നുള്ളതാ പറയാൻ പോകുന്നത്. അല്ല, ഈ കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുമ്പോൾ 5 വർഷം മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് ട്രെയിൻ വന്നാൽ ചിങ്ങവനം കഴിഞ്ഞാൽ ഒറ്റ വരി പാതയാണ്. കാസർഗോഡ് ഭാഗത്ത് നിന്ന് വന്നാൽ മുളന്തുരുത്തിയിൽ വന്നാൽ ഇരട്ടവരി അവസാനിപ്പിക്കും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കോട്ടയത്തോടെ കടന്നു പോകുന്ന പാത ഇരട്ടവരിയായി അതിവേഗ ട്രെയിൻ ഓടാൻ കഴിയുന്ന ഒരു ടൂറിസം പിൽഗ്രിം സെന്ററും റെയിൽവേ സ്റ്റേഷനുമായി ഉയർന്ന കോട്ടയം റെയിൽവേ സ്റ്റേഷനെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് മാറ്റിയത്. അതിലിപ്പോ തോമസ് ചാഴിക്കാടൻ വേണോ? കേന്ദ്രത്തിന്റെ ഒരു വലിയ പദ്ധതിയില്ലേ അമൃത് പദ്ധതി, സ്റ്റേഷനുകൾ വിപുലീകരിക്കുന്നു, ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതിന് സമാനമായ വിധത്തിൽ ഈ കേരളത്തിലും രാജ്യത്തിന്റെ മറ്റു പല പ്രദേശങ്ങളിലെയും റെയിൽവേ സ്റ്റേഷനിൽ വികസനം സാധ്യമാണ്. ഉദാഹരണത്തിന് ഇപ്പം ഒരു പ്രധാനപ്പെട്ട വിഷയം നോക്കൂ, ഡബിൾ ഡെക്കർ ട്രെയിൻ വന്നു. അത് പാലക്കാട് MP-യുടെ ഗുണം കൊണ്ടല്ലോ, കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടോട്ട് നീട്ടി. അത് ഈ രാജ്യം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ വികസനത്തിന്റെ ഭാഗമാണ്. അതാണോ തോമസ് ചാഴിക്കാടൻ കൊടുത്ത വികസനം? മാത്രമല്ല, തോമസ് ചാഴികാടൻ ഏറ്റവും ചുരുങ്ങിയൊരു കാര്യം, താൻ പ്രതിദാനം ചെയ്യുന്ന ആ പാർലമെന്റിലെ ഉപസമിതി, ആ ഉപസമിതിയിൽ അംഗമായിരുന്നു കൊണ്ട് 200 കോടി രൂപ ഈ നാട്ടിലെ ഈ കോട്ടയം മണ്ഡലത്തിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ച് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ കൊണ്ടുപോയി അതിവിടെ അവതരിപ്പിക്കുക. ഭിന്നശേഷി വിഭാഗം, നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ പൊതുവെ ആളുകളില്ല. അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ താൻ അംഗമായ പ്രതിനിധി സഭയിൽ അംഗമായിരുന്നു കൊണ്ട് പണം വാങ്ങിക്കൊണ്ടുവന്ന് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അതൊരു മാതൃകയല്ലേ? ചോദിച്ച ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇവിടെ റബ്ബർ കർഷകരുള്ള ഒരു മണ്ഡലത്തിൽ റബ്ബർ എന്ന് മിണ്ടാൻ പോലും ഇപ്പൊ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. റബ്ബറുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ UDFന് എന്ത് അവകാശം റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്താൻ? ഈ കോട്ടയത്ത് തന്നെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റബ്ബർ പാർക്ക് പ്രഖ്യാപിച്ചു. നമ്മുടെ തൊട്ടടുത്തല്ലേ, നമ്മുടെ വൈക്കം മണ്ഡലത്തിലെ വെള്ളൂരിൽ KPPL-നോട് ചേർന്ന് റബ്ബർ പാർക്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിലാണ് നിൽക്കുന്നത്. സ്വിച്ചിട്ടാൽ ഒരു ഒബ്ജക്ഷൻ റൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്ഷൻ UDFന് എന്താണ് റബ്ബറിന്റെ കാര്യത്തിൽ വില? റബ്ബർ സ്ഥിരതാ ഫണ്ട് എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ ആദ്യമായി റബ്ബർ കർഷകനെ ചേർത്ത് പിടിച്ച പറയട്ടെ, മാണി സാറല്ലേ UDF
ഗവൺമെന്റ് ഉണ്ടോ? കേരള കോൺഗ്രസിന് ഗവൺമെന്റ് ഉണ്ടോ? ഇല്ലെന്നേ. ആ മാണി സാർ UDF-ന്റെ ഭാഗമാ. UDF-ന്റെ ഭാഗം. UDF ഗവൺമെന്റ്. ഞങ്ങളും നയമല്ലേ? റബ്ബർ സ്ഥിരത ഫണ്ട് അവതരിപ്പിച്ചത് മാണി സാർ തന്നെയാണ്. UDF-കാർ അന്നും ഇന്നും അദ്ദേഹത്തെ മാണി സാറിനെ വിളിച്ചിട്ടുള്ളൂ. മാറ്റി വിളിച്ചത് ആരാണെന്ന് അവർക്കറിയാം. ആ കൂടെയാണ് ഇന്ന് അവരുള്ളത്.